അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ട്രീ. സോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Given the roots of a binary tree P and Q, write a function to check if they are the same or not. Two binary trees are considered same if they are structurally identical and the nodes have same value. Okay. So നമുക്ക് രണ്ട് ബൈനറി ട്രീസ് തന്നിട്ടുണ്ട് പി ആൻഡ് ക്യൂ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഇത് 1 2 3 1 2 3 രണ്ടും സെയിം വാല്യൂസും ആണ്, സ്ട്രക്ചറിലും സെയിം ആണ്. അപ്പം നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യണം. പക്ഷെ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ 1 2 ഇത് ലെഫ്റ്റ് നോഡാണ്, പക്ഷെ നെക്സ്റ്റിൽ 1 2 തന്നെ ആണെങ്കിൽ റൈറ്റ് നോഡാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ. സിമിലർലി സ്ട്രക്ചർ സെയിം ആണെങ്കിൽ വാല്യൂസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ. സോ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതാം ആദ്യം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അതായിരിക്കും ഈസിയർ. ഓക്കെ. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ലീഫ് നോഡാണ്, രണ്ടും നൾ അല്ലെങ്കിൽ രണ്ടും നള്ളാണ്. ലീഫ് നോഡിന്റെ കേസിൽ ഇത് യൂസ് ചെയ്യാം, അല്ല രണ്ടും നള്ളാണെങ്കിലും നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാൻ പറ്റും അല്ലേ. രണ്ട് നോഡും നള്ളാണ്, പി നള്ളാണെങ്കിൽ ക്യൂ നള്ളാണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ. ഇതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. പിന്നുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിയും ക്യൂവും ഉണ്ട് ആൻഡ് പി ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് വാല്യൂ. അതായത് ഒറ്റ നോഡേ ഉള്ളെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ. ഇവിടെ നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രൂ റിട്ടേൺ ചെയ്യാം, പക്ഷെ നമുക്ക് ചൈൽഡ് നോട്ട്സ് നോക്കണം. ഓക്കെ. നമുക്ക് അതിൻ്റെ കണ്ടീഷൻ എഴുതാം. അല്ല പിയും ക്യൂ ഉണ്ടായിട്ട് എൻ്റെ വാല്യൂ സെയിം അല്ലെങ്കിൽ നമുക്ക് അപ്പോഴേ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിയും ക്യൂവും വാലിഡ് ആണ് ആൻഡ് അതിൻ്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ നമുക്കിവിടെ ട്രൂ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ റിക്കേഴ്സിവ്ലി നമ്മൾ നെക്സ്റ്റ് വാല്യൂസ് നമുക്ക് കോൾ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിക്കേഴ്സിവ്ലി ഈ ഫംഗ്ഷൻ വീണ്ടും വിളിക്കുക. റിട്ടേൺ ഈസ് സെയിം ട്രീ. ഇപ്രാവശ്യം നമ്മൾ പിയും ക്യൂവും ചെക്ക് ചെയ്ത പോലെ ഇനി പി ഡോട്ട് ലെഫ്റ്റും ക്യൂ ഡോട്ട് ലെഫ്റ്റും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആൻഡ് ഈസ് സെയിം ട്രീ പി ഡോട്ട് റൈറ്റ് ആൻഡ് ക്യൂ ഡോട്ട് റൈറ്റ്. ഓക്കെ. സോ നമ്മൾ ഇങ്ങനെ റിക്കേഴ്സീവ്ലി ചെക്ക് ചെയ്ത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റണം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് നോഡ്സ് ഉണ്ട് ആൻഡ് രണ്ട് ട്രീസ് ഉണ്ട് നമുക്ക്. ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് സെയിം ആണോ അല്ലേന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 1 2 3 എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇനിഷ്യലി ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഇതിൻ്റെ അത് കയറത്തില്ല. പി ആൻഡ് ക്യൂ ഉണ്ട് ആൻഡ് പി ഡോട്ട് വാല്യൂ ഈക്വൽ ടു ക്യൂ ഡോട്ട് വാല്യൂ ആണ് അല്ലേ. അപ്പൊ ഇതും ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനിലോട്ട് കയറും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഈ സെയിം ട്രീ എന്ന് പറയുന്ന വാല്യൂ വിളിക്കുന്നുണ്ട്. എങ്ങനെ? 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ലെഫ്റ്റിനെയും വിളിക്കുന്നുണ്ട്, റൈറ്റിനെയും വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ലെഫ്റ്റിനെ വിളിക്കുമ്പോൾ വീണ്ടും ഈ സെയിം ട്രീയിൽ പി ഡോട്ട് ലെഫ്റ്റ് വീണ്ടും 2 വരുന്നുണ്ട്, ക്യൂ ഡോട്ട് ലെഫ്റ്റും 2 വരുന്നുണ്ട്. 2 വന്നിട്ട് വീണ്ടും അത് ഈക്വൽ ആകുമ്പോഴത്തേക്ക് ഇത് പി ആൻഡ് ക്യൂ ഇത് രണ്ടും ട്രൂ ആയി അല്ലേ. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. 2 2 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ എന്താ പറയാ നെക്സ്റ്റ് വാല്യൂസ് നോക്കുമ്പോഴത്തേക്ക് ഇല്ല, ചൈൽഡ് നോഡുമായി, അതുകൊണ്ട് അത് ട്രൂ റിട്ടേൺ ചെയ്യുന്നു. അത് കിട്ടി. നമുക്കിനി ഈ റൈറ്റ് നോക്കുമ്പോഴത്തേക്കും വീണ്ടും പി ഡോട്ട് റൈറ്റും ക്യൂ ഡോട്ട് റൈറ്റും നോക്കുന്നു. ഇതേപോലെ തന്നെ ഈ ഒരു കോള് വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് രണ്ടും 3 ആവും അല്ലേ. രണ്ടും 3 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ സെയിം ആണ്. അങ്ങനെ ഇത് മൊത്തത്തിൽ ട്രൂ രണ്ടും ട്രൂ റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതാണ് ഫസ്റ്റ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടെസ്റ്റ് കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്, 1 and 2 എന്നാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ പി നള്ളല്ല ക്യൂ നള്ളല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് പി ഡോട്ട് വാല്യൂയും ക്യൂ ഡോട്ട് വാല്യൂ ഈക്വലും ആണ്. ഈ സെയിം ട്രീൻ്റെ അകത്ത് വന്നിട്ട് പി ഡോട്ട് ലെഫ്റ്റ് ഇവിടെ 2 കൊടുക്കുന്നുണ്ട്, പക്ഷെ നെക്സ്റ്റ് ക്യൂ ഡോട്ട് ലെഫ്റ്റ് നള്ളാണല്ലേ. അപ്പോൾ ഇത് ഈ സെയിം ട്രീൻ്റെ അകത്ത് വീണ്ടും വരുമ്പോഴത്തേക്ക് ക്യൂ നള്ളായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇത് സെയിം അല്ല എന്ന് വരും. ഇതിൻ്റെ അകത്ത് കയറാതെ ഇതിലോട്ട് വന്നിട്ട് ഫോൾസ് റിട്ടേൺ ചെയ്യും.
അപ്പൊ അങ്ങനെ അത് പോവും. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. അപ്പൊ വീണ്ടും ഈ പി ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് വാല്യൂലോട്ട് കയറാതെ ഈ ഒരു ഗ്രൂപ്പ് കണ്ടീഷനിലോട്ട് കയറിയിട്ട് ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇനിഷ്യലി ഫസ്റ്റ് വാല്യൂ ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വാല്യൂസും കമ്പയർ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് വെച്ചിട്ട് ലെഫ്റ്റ് നോഡിലോട്ട് റിക്കേഴ്സീവ്ലി കോൾ ചെയ്യുക, റൈറ്റ് നോഡിലോട്ട് റിക്കേഴ്സീവ്ലി കോൾ ചെയ്യുക, ആൻഡ് ഫോൾസ് റിട്ടേൺ ചെയ്യുക. ബേസ് കണ്ടീഷൻ എപ്പോഴും ചൈൽഡ് നോഡ് എത്തുമ്പോഴത്തേക്കോ അത് ടെർമിനേറ്റ് ചെയ്യാനുള്ള ബേസ് കണ്ടീഷൻസും കൊടുക്കുക. ഓക്കെ, സോ യാ, താങ്ക് യു.